എത്ര വിശക്കുന്നത് മാത്രം എന്നോട് ചോദിക്കല്ലേ. ആ ശരി, എന്ത് ശരിയെന്ന്? നീയല്ലേ പറഞ്ഞ ചോദിക്കണ്ടാന്ന്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എപ്പോഴൊക്കെ ഞാൻ ചോദിക്കരുതെന്ന് പറയുന്നു അപ്പോഴൊക്കെ ചോദിക്കൂന്ന അതിനർത്ഥം. ഓക്കെ സോറി, എനിക്കത് അറിയില്ലായിരുന്നു. എന്റെ വിശപ്പിന്റെ രൂക്ഷത കാരണം വയറ്റിനുള്ളിൽ നിന്ന് സൈറൻ വരെ കേൾക്കുന്നുണ്ട്. ഇത് വയറിൽ നിന്നും വരുന്ന സൈറൻ അല്ല, ചിങ്കം സാറിന്റെ സൈറനാ. നോക്ക്, ജോൺ വരുന്നുണ്ട്. വരൂ, നമുക്ക് അവന്റെ കൂടെ കള്ളനും പോലീസും കളിക്കാം. ഇത് കളിക്കാനുള്ള സമയമല്ല, അവനെ പിടിക്കാനുള്ള സമയമാ. ഓ, നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതും അത് തന്നെ, അവനെ പിടിക്കാമെന്ന്. The name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Highly impossible. ചിങ്കം സാറെ ഒന്ന് നിർത്തിയിട്ട് അവന്റെ പുറകെ പോകാൻ നോക്ക്. അവനെ പിടിക്കാനാണോ അതോ ഡയലോഗ് പറയാനാണോ വന്നത്? എലി ഓടിക്കോ, പൂച്ച വരുന്നുണ്ട്. അതിന് പൂച്ചയലിയൊക്കെ എവിടെ? നമ്മൾ ജോണിന്റെ പുറകിലല്ലേ പോകുന്നത്? ചിങ്കം സാറ് പറഞ്ഞത് എലി ജോണും പൂച്ച ചിങ്കം സാറുമാണെന്നാ. നിങ്ങളെല്ലാം ഓടിച്ചോടിച്ചിരിക്കുമ്പോ വയ്യാണ്ടായി. ഇനിയിപ്പോ നിങ്ങളോട് എന്റെ അവസരം വന്നിരിക്കുക. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത അല്ലേ നമ്പർ 2. കവിതയുടെ കാര്യം വിട്ടിട്ട് വണ്ടി തിരിക്കുക, എന്നിട്ട് ചിങ്കത്തിന്റെ പുറകെ വിടറാ. ഇന്ന് കള്ളം പോലീസിന്റെ പുറകെ പോകാൻ പോകുന്നേ. പൂച്ച ഓടിക്കോ, എലി വരുന്നുണ്ട്. ഓടിക്കോ, എലി വരുന്നുണ്ട്. എന്റെ അമ്മോ, ഇവന്മാരെന്തേ കാണിക്കുന്ന? ഓ, എന്തായിരുന്നു എന്റെ ഉന്നം? ഇതിനാണ് ബുൾസൈ എന്ന് പറയാ. എന്റെ അമ്മോ, ഇപ്പൊ അടി കൊണ്ടത് ചിങ്കം സായി. മോട്ടു, മോട്ടു, എന്താ പറ്റിയേ? മോട്ടു, ചിങ്കം സാറേ ഇത് എന്താ ചെയ്ത്? എന്റെ അമ്മോ, മോട്ടോന് എന്താ പറ്റിയത്? നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ആംബുലൻസിനെ വിളിക്കോ? പത്ലു, ഇനി ഒന്നും ചെയ്യാനില്ല കൂട്ടുകാര്. വേണ്ട മോട്ടു, വേണ്ട. എന്നെ തനിച്ചാക്കിയിട്ട് പോകല്ലേ. എന്റെ ദൈവമേ, എന്റെ മോട്ടുവിനെ എനിക്ക് തിരിച്ചു താ. എത്രയും വേഗം തിരിച്ചു താ. എന്തിനാ എന്നോട് ഇത് ചെയ്ത്? മോട്ടു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒന്ന് നിർത്തോ, എനിക്ക് ഇടികൊള്ളാൻ വയ്യേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ ജഡ്ക ഒരു കുഴപ്പമില്ല. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. നിങ്ങൾ ആരാ സുഹൃത്തെ? എന്തിനാ എന്നെ ഇങ്ങനെ ഇടിക്കുന്നേ? ഞാൻ ആരാണ്? എവിടെയാണ്? ഇവനിത് എന്ത് പറ്റി? എന്റെ മോട്ടു, ഞാൻ പത്ലു ആണ്, നിന്റെ കൂട്ടുകാരൻ പത്ലു. പിന്നെ ഇത് ഡോക്ടർ ജഡ്ക, ഇത് ഗസീറ്റാറാം, പിന്നെ ഇത് ഇൻസ്പെക്ടർ ചിങ്കം. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എന്റെ പേര് മോട്ടു എന്നാണോ? എനിക്ക് തോന്നുന്നത് അപകടം ഉണ്ടായതിനെ തുടർന്ന് ഇവന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടെന്നാ പത്ലു. മോട്ടു, മോട്ടു, എന്നെ നോക്ക്, എന്നിട്ട് പറ ഞാൻ ആരാണെന്ന്. നീ കരിഞ്ഞ് മെലിഞ്ഞ് ഉണങ്ങിയ ഒരു ദരിദ്രവാസിയല്ലേ? കണ്ടാൽ അറിയാം നീ മാസങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന്. ഇവന്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇവനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഇവന്റെ ഓർമ്മ തിരിച്ചു കിട്ടൂ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. മോട്ടു, ഇത് കണ്ടില്ലേ? ഫ്ലൈയിങ് ഹെൽമറ്റ്. ഇത് തലയിൽ വെച്ച് നീ ആകാശത്തോട് ഒരിക്കലും പറന്ന് നടന്നിരുന്നു. ഇതിലെങ്ങനെയാ പറക്കുന്നേ? ഈ ബട്ടൺ അമർത്തിയാ മതി, ഇത് പറന്നോളൂ. ഓ, നല്ലത്, വെരി ഗുഡ്. ഇതെന്താണ് ഈ കാണിച്ചത്? ഡോക്ടർ ജഡ്ക, എന്തിനേലും ഒന്ന് പിടിച്ചാ മതി. ഓടിക്കടുത്തല്ലോ. ഞാൻ എന്തേലും ഒന്ന് പിടിക്കാനാ പറഞ്ഞത്, അല്ലാതെ എന്നെ പിടിക്കാനല്ല. മോട്ടു,
എന്തെങ്കിലും ഓർമ്മ കിട്ടിയോ? ഇല്ല, ഒന്നും ഓർമ്മ വന്നില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഈ കളി വളരെ നന്നായിട്ടുണ്ട്. എന്നാ ഒന്നുകൂടെ ഹെൽമെറ്റ് ഇട്ടോളൂ. ഞാൻ ഈ ബട്ടൺ അമർത്തി കളിക്കട്ടെ. പൊളിച്ചെടുത്തല്ലോ. ഞങ്ങളുടെ പരിപ്പ് ഇളക്കി കഴിഞ്ഞിട്ട് അവനത് കാണാൻ രസമുണ്ടെന്ന്. നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മളൊരു നാടകത്തിലെ സലീം അനാർഗലിയുടെ റോള് ചെയ്തായിരുന്നു. ഒന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നൃത്തം വെച്ചോളൂ. അതെ, ഒന്നുകൂടി ഡാൻസ് കളിക്കൂ. ഒന്ന് നേരം പോട്ടെ. ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതല്ല. അവന്റെ ഓർമ്മ വല്ലതും തിരിച്ചു കിട്ടോ നോക്കാൻ വേണ്ടി വേഷം കെട്ടി വന്നതാ. മോണ്ടു, ഈ ഫ്രൂട്ട്സ് കഴിക്ക്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ഓർമ്മ പെട്ടെന്ന് തിരിച്ചു കിട്ടും. നീ ഏതാ ചങ്ങായി? ഇത് ബോക്സറേട്ടനാണ്. ഓർമ്മയുണ്ടോ? നമ്മളെ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇടിച്ചിട്ട് പോവില്ലേ? മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? ഞങ്ങളെ എല്ലാവരും നീ മേലേക്ക് അയച്ചിട്ട് അടങ്ങൂ. പൊളിച്ചെടുത്തല്ലോ. ഇനി മോട്ടിനെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല. ഇവന്റെ ഓർമ്മ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോവാ. പിന്നെ ഞാൻ ഇവനെ വെച്ച് പൊറോട്ട ഉണ്ടാക്കും. താങ്ക് യു ബോക്സറേട്ടാ. ഓയ് മോട്ടു, നിനക്ക് സമോസകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതൊന്ന് കഴിച്ചു നോക്ക്. നിനക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോന്ന്. നല്ല മണം. ജീവിതം ആസ്വാദകരമാക്കുവാൻ ദേ എന്റെ മുന്നിൽ നല്ല ചൂടുള്ള സമൂസകൾ. ആ അതെ മോട്ടു, നീ ഇതിടയ്ക്ക് പറയാറുള്ള ഡയലോഗാ. നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നാ തോന്നുന്നേ. നല്ല മണം. മോട്ടു, ഇപ്പൊ വരും നല്ല ചൂടുള്ള സമൂസകൾ. സമൂസ 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 സമൂസ. പത്ലു. ഓർമ്മ വന്നു. ഞാനാണ് പത്ലു. നീ ഇതെന്തായി കാണിക്കുന്ന മോട്ടു? നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ഇവർ അറിഞ്ഞാൽ പിന്നെ നിനക്ക് സമൂസയെ കിട്ടില്ല. അതുകൊണ്ട് ഓർമ്മ കിട്ടാത്തത് പോലെ നീ അഭിനയിക്കും മോട്ടു. ഇല്ല ഇല്ല, ഓർമ്മയൊന്നും തിരിച്ചു കിട്ടിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇനിയും സമൂസ തരൂ. ചിലപ്പോ ഓർമ്മയങ്ങ് തിരിച്ചു വന്നാലോ. ഒന്നും മതിയാക്ക്. ഇവന് ഓർമ്മശക്തി വീണ്ടും കെട്ടാൻ വേണ്ടിയിട്ട് എന്റെ കട പൊളിച്ച് തരുക കയ്യില്. തെറ്റിദ്ധരിക്കല്ലേ ചേട്ടാ. ആരും ഒന്നും പറയണ്ട. എനിക്കല്ലേ എല്ലാ നഷ്ടവും സംഭവിച്ചത്. അവൻ തിന്നേണ്ട കാര്യം മറന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നു. നിങ്ങൾ ദേഷ്യപ്പെടണ്ട. എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ വിദേശി സമൂസ എന്ന് പറഞ്ഞൊരു കട തുറന്നിരുന്നില്ലേ? ഞാനാണ് ആ കട തുറപ്പിക്കാതിരുന്നത്. തുറന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കച്ചവടം എന്നെ പൂട്ടിപ്പോയേനെ. ഓർമ്മ വന്നു, എല്ലാം ഓർമ്മ വന്നു. ഇല്ല, ഓർമ്മ വന്നിട്ടില്ല. ഇതൊക്കെ നീ എന്നോട് കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യമല്ലേ? അവൻ ഓർമ്മയെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നാടകം കളിക്കുക. വാ, നമുക്ക് അവനൊരു പാഠം പഠിപ്പിക്കണം. ഇനി മോട്ടിന്റെ ഓർമ്മ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാ? ഡോക്ടർ ചട്ക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. മോട്ടോന് കൈപ്പയ്ക്ക ജ്യൂസ് എന്ന് വെച്ചാ ഭയങ്കര ജീവനാ. ഇപ്പൊ അത് കൊടുത്താ ചെലപ്പോ എല്ലാം ശരിയാവും. വേണ്ട വേണ്ട, എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട. എനിക്ക് സമൂസ തന്നാ മതി. എന്നാൽ മാത്രമേ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടൂ. ഓയ് മോട്ടു, എന്റെ ചങ്കെ, ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കുക. ബാക്കിയൊക്കെ പിന്നെ. ഇതുകൂടി കുറച്ചുകൂടെ കൊടുക്ക. മോട്ടുവിന് ആക്സിഡന്റിൽ തലയ്ക്കൊരു ചെറിയ ഷോക്ക് കിട്ടിയത് കൊണ്ടാണ് അവൻ എങ്ങനെയായി മാറിയത്. നമ്മൾ ആ ഷോക്ക് ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോ പഴയതുപോലെ ആയെന്നിരിക്കും. ഓയ്, നീ തെറ്റായ സ്ഥലത്ത് അടിച്ചത്. ആ വടിക്കതാ, ഞാൻ അടിക്കാം. ഓർമ്മ വന്നു വലിയേട്ടാ. പത്ലു, ഗസിറ്റാറാം, കണ്ട ഓർമ്മ വന്നു. മോട്ടു, ഇപ്പൊ നിനക്ക് എല്ലാം ഓർമ്മ വന്നോ? ഒരു മിനിറ്റ്.
അതല്ല ഇനി നിനക്ക് എല്ലാം ഓർമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഇടിക്കുന്ന ഇടിയിലുണ്ടല്ലോ നിനക്ക് എല്ലാം ഓർമ്മ വന്നോളും. അത് കാണണോ നിനക്ക്? വേണ്ട. നിക്കടാ അവിടെ. മോട്ടു